ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മറ്റ് മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായി എൻ.ഡി.എക്ക് ചില സവിശേഷതകളും ചുമതലകളുമുണ്ട്. പ്രത്യേകിച്ചും എൻ.ഡി.എ മുന്നണിയിലെ പ്രഥമ കക്ഷിയായ ബി.ജെ.പിക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി തൃശൂർ കൈയടക്കിയതോടെ ബി.ജെ.പി വിത്തുകൾക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. കേരള രാഷ്ട്രീയ സാഹചര്യത്തിലെ ഈ മാറ്റം കേരളത്തിലെ പരമ്പരാഗത രീതിയെ ആശ്ലേഷം ചെയ്തിരുന്നവരെ അങ്കലാപ്പിലാക്കി. മറ്റൊരർത്ഥത്തിൽ ബി.ജെ.പിക്ക് കേരളം എന്നത് മറ്റ് സംസ്ഥാനത്തേക്കാൾ കടമ്പ കൂടുതലുള്ള ഒരിടമായി മാറുകയും ചെയ്തു. ശേഷം 2025 ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതോടെ ഈ കടമ്പകളിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുവരെയില്ലാത്ത ഒരോളമുണ്ടാക്കാൻ ബി.ജെ.പിക്കായി. കരുത്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയും പൊതുപരിപാടികൾ സംഘടിപ്പിച്ചും കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയത്തിൽ അലിഞ്ഞു ചേരാനുതകും വിധത്തിൽ ബി.ജെ.പി മാറിയെന്നത് പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ രാഷ്ട്രീയ മുന്നേറ്റമായി തന്നെ വിലയിരുത്താം. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ മുഴുവൻ സാധ്യതകളും പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തമായ ഒരു പരിവർത്തനം കേരള രാഷ്ട്രീയത്തിന് അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് ബി.ജെ.പി ഉള്ളത്. ബി.ജെ.പി കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ വികസന കാര്യത്തിൽ മാറ്റമുണ്ടാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ എടുത്തു പറയുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. വികസനം എന്ന ഒറ്റ ടാഗ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേരളത്തിൽ വോട്ട് നേടാൻ ബി.ജെ.പി ഇറങ്ങുന്നത്. എന്നാൽ ടാഗിന് അനുയോജ്യമായ ശക്തനായ ഒരു ഐക്കണായി രാജീവ് ചന്ദ്രശേഖറിനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത രാഷ്ട്രീയ പോര് രീതിക്ക് തുടക്കം കുറിക്കുകയുമാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു നേതാവിനെ മുന്നോട്ട് വെച്ച ആശയ വ്യക്തതയോടെയുള്ള ഒരു രാഷ്ട്രീയ പോര് കേരളം ഇതുവരെ കണ്ടു കാണില്ല. കേരളത്തിലെ ഭരണമുന്നണിയായ ഇടതുപക്ഷത്തിനായാലും പ്രഥമ പ്രതിപക്ഷ മുന്നണിയായ ഐക്യജനാധിപത്യ മുന്നണിക്കായാലും തലകുനിക്കേണ്ടി വരുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ്. തങ്ങളുടെ ആശയങ്ങൾ പ്രകടമാകുന്ന തലയെടുപ്പുള്ള നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്നത് തന്നെ. ഇത്തവണ രാഷ്ട്രീയ പോര് കനക്കുമ്പോൾ അടിവേര് ആഴത്തിലിറക്കിക്കൊണ്ട് മൂന്നാം തവണയും സീറ്റുറപ്പിക്കാൻ ഇടതുപക്ഷവും അതേസമയം തന്നെ ഒരു തിരിച്ചുവരവിനുള്ള വിത്ത് മുളയ്ക്കാനുള്ള വെള്ളവും വളവുമായി വലതുപക്ഷവും എത്തുമ്പോൾ ബി.ജെ.പിയുടെ പ്രതീക്ഷ അത് കേരളത്തിന് വികസനത്തിലൂടെ ഉണർവ് നൽകാനാകും എന്നത് തന്നെയാണ്. അതിനു മുന്നിലുള്ള പോംവഴി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമാണ്.